നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റു സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. നിത്യേനോണം ധാരാളം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നല്. ഇന്ന് രാവിലെ 7:30ഓടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാനപാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. വണ്ടികളുടെ സ്പീഡ് കാരണം വലിയ ആക്സിഡന്റ് ഉണ്ടായ അവരുടെ മേൽക്കാണ് വരിക. അതുകൊണ്ട് അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിലേക്ക് ഇരുന്നതാണ്. അത്രയും സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. അത് മാത്രമല്ല 4 ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളും മെയിൻ റോഡുകളാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്. ഒന്ന് സ്ലോവിൽ വരിക, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിന് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ വേണ്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എത്രയും വേഗം. റോഡുകൾ വീതി കൂട്ടി യാത്രാ സൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. എപ്പോഴും ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അധികൃതരാണ് ഒരു കണ്ണു തുറക്കുള്ള കാരണം. സ്ട്രീറ്റ് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ട്രാഫിക് ആകെ ബ്ലോക്ക് ആയിട്ട് വരികയാണ്. ജംഗ്ഷൻ ട്രാഫിക് ബ്ലോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക്, പാസഞ്ചേഴ്സിന്, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കൊന്നും തിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ള. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വാഹനം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയുള്ള കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. 2 കാറുകളും ആകെ തർപ്പണമായി. ഇത് ദിവസം ഇത് തന്നെയാണ് പന്നിത്തടം മേഖലയിലെ സ്ഥിതി. അതുകൊണ്ട് ബന്ധപ്പെട്ടവര് ഇതിനു വേണ്ടി ഉടനടി ഒരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സെന്ററിൽ വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. പൊന്നിയൂർക്കുളം പഞ്ചായത്തിൽ മന്നലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് NK അക്ബർ MLAയുടെയും സബ് കളക്ടർ അഖിൽ വി മേനോന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മന്നലാംകുന്നിലെ ചക്കോലയിൽ റോഡ്, AKG റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം നിരവധി വീടുകൾ ദുരിതത്തിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഗുരുവായൂർ MLAയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചത്. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് 3 റോഡുകളും സന്ദർശിച്ച ശേഷം ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കുന്നതിനും റോഡിന്റെ അവസാന ഭാഗത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള കാന MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയും നിർമ്മിക്കാൻ ധാരണയായി. ജില്ലാ കളക്ടർ, പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ദേശീയപാതയുടെ പടിഞ്ഞാറു ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനായി സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും MLA അധികൃതർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് PWD NB ആന്റണി, ദേശീയപാത ലൈസൺ ഓഫീസർ KB ബാബു, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായ VS വിഷ്ണു വിവേക്, ശുഭം യാദവ്, വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു.
നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാതിർത്തിയായ തണത്തറ വരെ വഴി നീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുമ്പ് പുതുക്കി പണിത റോഡാണ് പലയിടത്തായി പൊളിഞ്ഞത്. മഴ ശക്തമായതോടെ കുഴികളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന് താഴെ സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകൾ പൊട്ടിയാണ് കുഴികൾ ഉണ്ടായത്. പട്ടാമ്പി റോഡിലെ ഇറക്കത്തിലും ഒറ്റപ്പിലാവിലും തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ തകർന്നിരുന്നു. ഈ ഭാഗത്തെല്ലാം താൽക്കാലിക തരികിടപ്പണി നടത്തുകയല്ലാതെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. തൃത്താല പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളാണ് സംസ്ഥാന പാതയിൽ റോഡിന്റെ താഴെ ഭൂമിക്കടിയിലൂടെ പോകുന്നത്. ഇവ മാറ്റി സ്ഥാപിക്കാതെയാണ് പാത നവീകരണം നടത്തിയത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ജല അതോറിറ്റിയോട് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ നില തുടർന്നാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. കടപ്പുറം പഞ്ചായത്തിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതമനുഭവിക്കുന്നവരെ കടപ്പുറം അഞ്ചങ്ങാടി ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 16 കുടുംബങ്ങളിലായി 55 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഷെൽട്ടറിൽ താമസിക്കുന്നവരെ NK അക്ബർ MLA സന്ദർശിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ് മാഷ്, ചാവക്കാട് മുനിസിപ്പൽ കൗൺസിലർ ബുഷറ ലത്തീഫ്, പൊതുപ്രവർത്തകരായ KA ഉണ്ണികൃഷ്ണൻ, KV അഷ്റഫ്, PS അശോകൻ തുടങ്ങിയവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് അഞ്ചങ്ങാടി ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തത്. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PWD കാന നിർമ്മാണത്തിനിടെ തകർന്നു വീണ മതിലിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, PWD റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി, അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശാലിനി, ഓവർസിയർ VK നന്ദിത, പ്രിൻസിപ്പൽ PV അജിത, പ്രധാനാധ്യാപിക ഇൻചാർജ് TP പുഷ്പാഞ്ജലി, PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, കരാർ കമ്പനി പ്രതിനിധി റെജി ജോസ് എന്നിവർ പങ്കെടുത്തു. മതിൽ അടിയന്തരമായി പുനർനിർമ്മിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. കുന്നംകുളം നഗരസഭയിലെ 10ാം വാർഡ് ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് തകർന്ന വീട്ടിൽ താമസിച്ചിരുന്ന കോലാടിപ്പറമ്പിൽ ബിജേഷിനെയും കുടുംബത്തെയും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശിച്ച് അടിയന്തര ധനസഹായം നൽകി. 25,000 രൂപയും കുട്ടികൾക്കുള്ള പുതിയ ബാഗും നോട്ടുപുസ്തകങ്ങളും നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ ബിജേഷിന് കൈമാറി. വാർഡ് കൗൺസിലർ ബീന രവി, പ്രമോദ് K ചെറിയാൻ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചിക്കാലയിൽ, ജിനാഷ് തെക്കേക്കര, EMK ജിഷാർ, ജിനീഷ് നായർ, ഗിൽബർട്ട് S പാറമേൽ എന്നിവരും സന്നിഹിതരായിരുന്നു. പുതിയ വാടക വീട്ടിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ 1 വർഷത്തേക്ക് മാസം തോറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 5,000 രൂപ വീതം ഈ കുടുംബത്തിന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 19 വായനാ ദിനം. പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ നിർമ്മിച്ച് സൗജന്യമായി വിതരണം നടത്തിവരികയാണ് ഗിന്നസ് സത്താറാദൂർ. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ 35,000 കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താറാദൂർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണ വായനാ ദിനത്തോടനുബന്ധിച്ചിറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകൾ ഏറെയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്നസ് സത്താറാദൂരിന്റെ കുഞ്ഞൻ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ. പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം 1,00,000 വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറിന്റെ പുതിയ ദൗത്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആദൂർ. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് 2016 സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതിനു മുമ്പ് 2011 കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത്. 3 സെന്റിമീറ്റർ നീളവും 250 മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകത്തിൽ 81 പോസ്റ്റർ കവിതകളാണുള്ളത്.
15,000 കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1000 വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. സൗജന്യ പുസ്തക വിതരണം 500,000 എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറാദൂറിന്റെ ലക്ഷ്യം. ഒരു 15,000 പുസ്തകം ഈ മറ്റേ ആദൂർ കവിതകൾ ഒരു 15,000 കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏകദേശം അതോടുകൂടി എനിക്ക് 500,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ വാർത്തകൾ അറിഞ്ഞാൽ എല്ലാ ആളുകളും എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഏകദേശം ഒരു 1000 വിദ്യാലയങ്ങളിലേക്ക് ഇതിൻ്റെ കോപ്പികൾ എത്തിക്കുക എന്നുള്ള ഒരു പ്ലാനും കൂടി ഇതിൻ്റെ ഭാഗമായി കാണുന്നുണ്ട്. 2008 വായനാ ദിനത്തിലാണ് സത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. 1.5 ഇഞ്ച് വലിപ്പമുള്ള SMS 101 കഥകൾ എന്ന കൗതുകകരമായ പുസ്തകത്തിന്റെ 5000 കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത്. 2009 1 ഇഞ്ച് വലിപ്പമുള്ള 101 കവിതകളുടെ സമാഹാരവും 2019 ഇംഗ്ലീഷിലുള്ള 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 50-50യും 2023 3.5 സെന്റിമീറ്റർ നീളമുള്ള ഹൈക്കു കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ 35,000 പുസ്തകങ്ങൾ സത്താർ ആദൂർ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകൾ എന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്നസ് സത്താർ ആദൂർ വിതരണം ചെയ്യുന്നത്. 1,00,000 കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. വായനാ ദിനത്തോടനുബന്ധിച്ച് മാട്ടുമ്മൽ യുവഭവന കലാസമിതി വായനശാലയ്ക്ക് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ റാഹില വഹാബ് പുസ്തകങ്ങൾ കൈമാറി. വായനശാല പ്രസിഡന്റ് ഉമ്മർ കോടഞ്ചേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. യുവഭവന കലാസമിതി സെക്രട്ടറി PK മധു, നിർവാഹക സമിതി അംഗങ്ങളായ CM പൃഥ്വിരാജ്, KV രാഗി, സിദ്ധാർത്ഥൻ, പൊതുപ്രവർത്തകരായ KM സക്കീർ, മുഹമ്മദ് അസ്ഹർ, വിജയൻ എന്നിവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ വാരാചരണത്തിന് തുടക്കമായി. പ്രമുഖ കവിയും അധ്യാപകനുമായ അഹമ്മദ് മൊയിനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA അബീന അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് PK റംല, മദർ PTA വൈസ് പ്രസിഡന്റ് സുൽഫത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗം സുഹാസ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വായനാ വിളംബര ജാഥ, വായനശാല സന്ദർശനം എന്നിവയുമുണ്ടായി. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ റാലി നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആഹ്വാനപ്രകാരം നടത്തിയ പ്രതിഷേധ റാലി പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ MLAയുമായിരുന്ന TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി വിജയമ്മ ടീച്ചർ, ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. കോളേജിലെ NSS യൂണിറ്റുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗുരുവായൂർ റീജിയണും ചേർന്ന് നടത്തിയ ക്യാമ്പ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ PP സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ G ഗായത്രി, ഡോക്ടർ സുരേഷ് V നമ്പൂതിരി, NSS സെക്രട്ടറിമാരായ ശീതൾ, ധനേഷ്, ശ്രീയ തുടങ്ങിയവർ സംസാരിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ സഹകരണത്തോടെ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് ഡോക്ടർ വിനു വിപിൻ നേതൃത്വം നൽകി. NSS വളണ്ടിയർമാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഓഫീസ് ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ രക്തം ദാനം ചെയ്തു. ലഹരിക്കെതിരെ ചുമർ ചിത്രവും ലഹരിവിരുദ്ധ സന്ദേശവുമായി വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ. നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് പഠന സമയത്തിനു ശേഷം ചുമർ ചിത്രങ്ങളിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്നത്. സംസ്ഥാനത്തിലാകെ നാഷണൽ സർവീസ് സ്കീമിന് മാതൃക നൽകിയ വിദ്യാലയമാണ് വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ. സപ്തദിന ക്യാമ്പുകൾ ക്രിയാത്മകമാക്കി സമൂഹത്തിന് ഉപകാരപ്രദമായ സേവനങ്ങൾ നൽകുന്നതായിരിക്കണം ക്യാമ്പുകൾ എന്ന് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഇവിടെയാണ്.
സേ നോ ടു ഡ്രഗ്സ് എന്ന് നമ്മൾ പറയുമെങ്കിലും പലർക്കും അറിയില്ല. ഒരു ഡ്രഗ്സിൻ്റെ ബിസിനസ് കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഡ്രഗ്സ് കൈമാറ്റം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു ചുമറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാലും ഇപ്പോൾ കുട്ടികൾക്ക് തന്നെയാണെങ്കിലും അവരുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയൊരു ലഹരിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വിളിച്ചു പറയാൻ പറ്റുന്ന നമ്പറുകളാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മികച്ച പ്രോഗ്രാം ഓഫീസർക്കും ലീഡർക്കും അവാർഡുകൾ ലഭിച്ചത് ഇതുകൊണ്ടുകൂടിയാണ്. സ്കൂൾ ഒരു പാഠപുസ്തകം പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പൊതുവിജ്ഞാനം നൽകുന്നതിനായി തൂണുകളിൽ രചനകൾ നടത്തിയിരുന്നു. സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ചിത്രവും സന്ദേശവും കൊണ്ടാണ് NSS വിദ്യാർത്ഥികൾ മാതൃകയാകുന്നത്. കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുകയും വിവിധ സർക്കാർ സേവനങ്ങളുടെയും പരാതിപ്പെടേണ്ട സ്ഥലവും ഫോൺ നമ്പറും എല്ലാം ചുവരിൽ വരച്ചു ചേർക്കുന്നുണ്ട്. NSSലെ 48 വിദ്യാർത്ഥികളും ഇതിനു പിന്നിലുണ്ട്. വിദ്യാർത്ഥികളായ ബിൻസ ഏഞ്ചൽ അന്തോണി, P ജാൻറോസ് ജനീഷ്, A ഐറിൻ ബിജു തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിഷ ജി നായർ, പ്രിൻസിപ്പാൾ S കവിത തുടങ്ങിയവരാണ് ഈ ഉദ്യമത്തിനു പിന്നിൽ. കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് നൽകി യുവതി മാതൃകയായി. പെരുമ്പലാവ് തോട്ടത്തിൽ അബൂബക്കറിന്റെ മകൾ റാബിയയാണ് മാതൃകയായത്. ചെറുമനങ്ങാട് നെല്ലിപ്പറമ്പിൽ ഫാത്തിമയുടെ 2 പവൻ തൂക്കം വരുന്ന കൈച്ചെയിനാണ് പെരുമ്പലാവിലെ PP ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നഷ്ടപ്പെട്ടത്. വീണുകിട്ടിയ കൈച്ചെയിൻ റാബിയ സമീപത്തെ ജ്വല്ലറിയിൽ ഏൽപ്പിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഫാത്തിമയും വീട്ടുകാരും ചേർന്ന് കോംപ്ലക്സിലെത്തി തിരയുന്നത് കണ്ട സമീപത്തെ കടകളിലുള്ളവരാണ് ആഭരണം കിട്ടിയതായി അറിയിച്ചത്. തുടർന്ന് ജ്വല്ലറി ഉടമ അഖിൽ, സമീപ കട ഉടമകളായ ജനാർദ്ദന വാര്യർ, പ്രഭാത്, രാധാകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ റാബിയ ഫാത്തിമയ്ക്ക് കൈച്ചെയിൻ കൈമാറി. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി അനുസ്മരണ യോഗം കുന്നംകുളം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി NR രാമദാസ് അധ്യക്ഷത വഹിച്ചു. MS ഗോപി, മുഹമ്മദ് പട്ടിക്കര, AP ജോസ്, PK വിജയൻ, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇറാനെതിരെയും ഫലസ്തീനെതിരെയും നിരന്തരമായി യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ CPM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാമാ ബസാറിൽ നടന്ന യുദ്ധവിരുദ്ധ കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KS ബിജു അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MA ഷാജി, CV സുരേഷ്, ഷൈമ വത്സൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കായി വരവേൽപ്പ് 2025 പ്രവേശനോത്സവം നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രജീഷ് കുമാർ അധ്യക്ഷനായി. താങ്ങായി തണലായി മികവാർന്ന രക്ഷകർതൃത്വം എന്ന വിഷയത്തിൽ സൗഹൃദ കോർഡിനേറ്റർ അശ്വതി AP രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ TP രമ്യ, PTA വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ TV, സ്കൂൾ പ്രധാനാധ്യാപിക PK ചിത്ര, മുതിർന്ന അധ്യാപിക ജ്യോതി PJ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ഷെനിൽ TS, SMC ചെയർമാൻ ശിവദാസ്, PTA വൈസ് പ്രസിഡന്റ് ആഷിറ, സ്കൂൾ വികസന സമിതി കൺവീനർ ബാബുരാജ്, ചെയർമാൻ ബദറുദ്ദീൻ PV, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ സെക്രട്ടറി ഗോവിന്ദദാസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിജ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കുമാർ S സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നിത നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,265 രൂപ, പവന് 74,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചരമം. വൈലത്തൂർ പരേതനായ പാറയിൽ കുഞ്ഞു മുഹമ്മദ് മകൻ കറപ്പം വീട്ടിൽ അലി നിര്യാതനായി. 50 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച വൈലത്തൂർ മഹല്ല് ഖബർസ്ഥാനിൽ നടത്തി. ഫെമിന ഭാര്യയും ഐഷ, ഹസ്മിൻ, അബ്ദുൾ ഹാദി, ഇഹ്സാൻ എന്നിവർ മക്കളുമാണ്. വെസ്റ്റ് മങ്ങാട് പുളിഞ്ചോട് പുലിക്കോട്ടിൽ പരേതനായ മാത്തുക്കുട്ടിയുടെ മകൻ റോബിൻ നിര്യാതനായി. 46 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. അന്നമ്മു മാതാവും ജോബി സഹോദരനുമാണ്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി തൈലത്തിൽ സരോജിനിയമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടത്തി. വിജയൻ മകനാണ്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.